എന്താണ് ഒരു ഹ്യൂമൻ ഹെയറും ആനിമൽ ഹെയറുമായിട്ടുള്ള വ്യത്യാസം? നമ്മുടെ മനുഷ്യൻ്റെ ഹെയർ കുറച്ചുകൂടെ തിന്നാണ്, ഫൈനാണ്. എന്നാൽ ആനിമൽ ഹെയർ കുറച്ചുകൂടെ തിക്കാണ് എന്ന് പറയാം. കുറച്ചുകൂടെ കട്ടിയുള്ളതാണ്. അതുപോലെ തന്നെ ക്യൂട്ടിക്കിൾ ആൻഡ് ക്യൂട്ടിക്കുലർ സ്കെയിൽസും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യൂട്ടിക്കുലർ സ്കെയിൽസ് കുറച്ചുകൂടെ തിന്നാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ചെറുതാണ്. ഇറഗുലർലി ആനുലാർ എന്നും വേണേൽ പറയാം. ഇറഗുലറി ആനുലാർ. ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ കോർട്ടെക്സും മെഡിലയുമായിട്ടുള്ള ഡിഫറൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹ്യൂമൻ ഹെയർ കുറച്ചുകൂടെ തിന്നാണ്, ഫൈനാണ്. ആനിമൽ ഹെയർ ജനറൽ അപ്പിയറൻസ് കോഴ്സ് കുറച്ചുകൂടെ തിക്കാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ക്യൂട്ടിക്കുലർ സ്കെയിൽസ് ഷോർട്ട് ആൻഡ് തിന്നാണെന്ന് പറഞ്ഞു. ഇറഗുലറി ആനുലാർ ആണെന്ന് പറഞ്ഞു. ക്യൂട്ടിക്കുലർ സ്കെയിൽസ് ആർ വെരി ലാർജ് ആൻഡ് സ്റ്റെപ്പിലേക്ക് വേവി പ്രൊജക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ കോർട്ടെക്സ് വളരെയേറെ തിക്കാണെന്ന് നമ്മൾ പറഞ്ഞു. കുറച്ചുകൂടെ കട്ടിയുള്ളതാണ്. നമ്മുടെ മെഡിലയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ 4 to 10 ടൈംസിനെക്കാട്ടി മെഡിലിനേക്കാട്ടി വലുതാണ് കോർട്ടെക്സ്. പക്ഷെ ആനിമൽ ഹെയർ പറയുമ്പം കുറച്ചുകൂടെ തിന്നായിരിക്കും. 2 times ബോർഡർ റസ് മെഡില്ല ആയിരിക്കും കുറച്ചുകൂടെ വലുത്. പക്ഷേ കോർട്ടെക്സ് കുറച്ചുകൂടെ തിന്നായിരിക്കും. അതുപോലെ തന്നെ മെഡില്ലേൻ്റെ കാര്യം പറയുവാണെങ്കിൽ കുറച്ചുകൂടെ ചെറുതായിരിക്കും. നമ്മുടെ ഹ്യൂമൻ ഹെയറിൽ കുറച്ചുകൂടെ ചെറുതായിരിക്കും, കുറച്ചുകൂടെ നാരോ ആയിരിക്കും നമ്മുടെ മനുഷ്യരുടെ ഇത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകത്തില്ല, ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രാഗ്മെൻ്റ് മുറിഞ്ഞിരിക്കും. പക്ഷേ എന്നാൽ ആനിമൽ ഹെയറോ കുറച്ചുകൂടെ വണ്ണം നമ്മുടെ മിഡിലേക്ക് ഉണ്ടാവും, വൈഡായിരിക്കും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട്, മറ്റേത് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണ് നമ്മൾ പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട്. ഇത് കുറച്ചുകൂടെ കണ്ടിന്യൂസ് ആയിരിക്കും. മെഡിലറി ഇൻഡെക്സ് നമ്മൾ ഒബ്വിയസ്ലി മെഡില്ല കൂടുതലാണ് ആനിമൽ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെസ് ദാൻ 0.3 ആണെങ്കിൽ മറ്റിടത്ത് മോർ ദാൻ 0.5 വരും. പിന്നെ പിഗ്മെൻറ്റിൻ്റെ കാര്യം. ഈ പിഗ്മെൻറ്റിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. പക്ഷെ ആനിമൽ ഹെയറിൽ നമ്മൾ നോക്കുമ്പോൾ പിഗ്മെൻറ്റ് മോസ്റ്റ്ലി കോൺസെൻട്രേറ്റഡ് ടുവേർഡ്സ് മെഡുല്ലയിലായിരിക്കും കൂടുതൽ ഈ പിഗ്മെൻ്റ് എന്ന് പറഞ്ഞ സാധനം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മെഡുല്ലയിലായിരിക്കും. പക്ഷേ ഹ്യൂമനിൽ അവിടെ ഇവിടെ ആയിട്ടായിരിക്കും. ഓക്കെ, മെഡുല്ലയിലായിരിക്കും നമ്മുടെ പിഗ്മെൻറ്റ്സ് കൂടുതലുള്ള. ഇവിടെ നമ്മുടെ മൃഗത്തിൽ പിഗ്മെൻറ്റ്സ് കൂടുതൽ മെഡുല്ലയിലായിരിക്കുമെങ്കിൽ മറ്റേത് അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും നമ്മുടെ പിഗ്മെൻറ്റ്സ് ഉള്ളത്. പിന്നെ ബാൻഡിങ് എന്ന് പറഞ്ഞ സാധനം കാണുകയില്ല. നമ്മളിതാണ് ബാൻഡിങ് ഓഫ് ഹെയർ ടിപ്പിക്കലി സീൻ ഇൻ ആനിമൽ ഹെയർ. എന്നാൽ നമ്മുടെ ഹ്യൂമൻ ഹെയറിൽ ബാൻഡിങ് ഇല്ലെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മൃഗത്തിൻ്റേതായിട്ട് ആൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. സീൻ അലോങ് ദ ലെങ്ത് ഓഫ് ഹെയർ ഇൻ സം ആനിമൽസ്. മെഷർമെൻറ്റ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ബ്ലേഡ്. നമ്മുടെ ബ്ലേഡിൻ്റെ ലെങ്ത് നമുക്ക് ഇതുവഴിയായിട്ട് മെഷർമെൻറ്റ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ബാൻസ്, ബ്ലേഡല്ല ബാൻസ്. ഇതിൻ്റെ ബാൻസിൻ്റെ ലെങ്ത് എത്ര ആണെന്ന് വെച്ചിട്ട് നമുക്ക് ആ സ്പീഷീസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രസിപ്പിറ്റിൻ ടെസ്റ്റ് നമ്മുടെ ഹ്യൂമനായിരിക്കും കൂടുതൽ, മനുഷ്യരിലായിരിക്കും കൂടുതൽ ഉള്ളത്. സ്പെസിഫിക് ഫോർ ഹ്യൂമൻസ്, സ്പെസിഫിക് ഫോർ ആനിമൽസ് കൺസേൺഡ്. ഓക്കെ, മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പിഗ്മെൻറ്റ് നമ്മൾ പറഞ്ഞു കൂടുതൽ മെഡുല്ലയിലായിരിക്കും നമ്മുടെ ആനിമൽ ഹെയർ. ബാൻഡിങ് കാണുന്നത് ആനിമൽ ഹെയറിലാണെന്ന് നമ്മൾ പറഞ്ഞു. മെഡില്ല കാണുന്നത് നമ്മുടെ മൃഗത്തിലാണ്. നമ്മുടെ മനുഷ്യരിൽ ക്യൂട്ടിക്കുലർ സ്കെയിൽ കുറച്ച് സൈസ് ഉള്ളതാണ്. ഇറഗുലർ ആനുലറാണ്. കുറച്ചുകൂടെ കോർട്ടെക്സ് തിക്കാണെന്നൊക്കെ പറഞ്ഞു. താങ്ക് യു.